എന്താണ് ഈ ലിബറലിസം എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളായി പറഞ്ഞു തരാം. നമ്മൾ ഒരുപാട് ഇസങ്ങളെ കുറിച്ചും മതങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഹിന്ദു മതം, ക്രൈസ്തവ മതം, ബുദ്ധമതം, ഇസ്ലാം മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല മതങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, വളരെ പെട്ടെന്ന് മനസ്സിലാകാൻ, അതുപോലെയുള്ള 21ാം നൂറ്റാണ്ടിന്റെ ഒരു മതമാണ് ലിബറലിസം. 21ാം നൂറ്റാണ്ടിലെ ഒരു മതമാണ് ലിബറലിസം. ഏതൊരു മതത്തിനും അതിൻ്റെതായ ഒരു ലോകവീക്ഷണം ഉണ്ടാകും, അതിൻ്റെതായ ധാർമ്മികതയുണ്ടാകും, അതിൻ്റെതായ ജീവിത വീക്ഷണം ഉണ്ടാവും. എങ്ങനെ ജീവിക്കണം, എന്ത് രൂപത്തിൽ ജീവിക്കണം എന്നുള്ളതിനൊക്കെ കൃത്യമായ ഒരു ധാരണ എല്ലാ മതത്തിനും അതിൻ്റെതായ രൂപത്തിൽ ഒരു സംസ്കാരം ഉണ്ടാകും. അതുപോലെ എല്ലാമുള്ള ധാർമ്മികതയെക്കുറിച്ച്, ലോകവീക്ഷണത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ചില സിദ്ധാന്തങ്ങളുള്ള മറ്റൊരു മതമാണ് ലിബറലിസം എന്ന് പറഞ്ഞാൽ. ആ ലിബറലിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ മതത്തിൽ ദൈവമില്ല എന്നുള്ളതാണ്. ദൈവമില്ലാത്ത, നിങ്ങൾക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം എന്തും ചെയ്യാമെന്ന ഒരു ധാർമ്മികത പഠിപ്പിക്കുന്ന മറ്റൊരു മതമാണ് ലിബറലിസം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ ഒരു മതം ഉണ്ടായിക്കോട്ടെ, അതിൽ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിച്ചോട്ടെ, യാതൊരു പ്രശ്നവുമില്ല, നമുക്കൊരു പ്രശ്നമില്ല. ഇവിടെ എന്തൊക്കെ മതക്കാരുണ്ട്, എന്തൊക്കെ തരത്തിൽ വിശ്വാസികളായ ആളുകളുണ്ട്, അതുപോലെ ലിബറൽ വിശ്വാസികളും ഈ ലോകത്തുണ്ടായിക്കോട്ടെ, നമുക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ വിഷയം കിടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ആ മതത്തിന്റെ ആദർശങ്ങൾ പൊതുവിദ്യാലയങ്ങളിലൂടെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും എന്നാലോചിച്ച് നോക്കാം. ഇവിടെയുള്ള പൊതുവിദ്യാലയങ്ങളിലൂടെ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും എല്ലാം അവരവന്റെ മക്കളെ വളരെ സ്വസ്ഥതയോടുകൂടി പറഞ്ഞയക്കുന്ന പൊതുവിദ്യാലയത്തിൽ നാളെ മുതൽ കുരിശുമാല ധരിച്ച് വരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് ശരിയാവുമോ? നമ്മൾ പറയാം അത് ശരിയല്ല, അത് ശരിയല്ല. കാരണം എല്ലാവരുടെയും മക്കൾ വരുന്നതല്ല. അപ്പോൾ അവിടെ ഒരു മതത്തിന്റെ കാര്യം മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല നമ്മൾ പറയും. നാളെ മുതൽ സർക്കാർ വിദ്യാലയങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായി നമ്മൾ പോലും പറയൂലേ അത് ശരിയല്ല, കാരണം അവിടെ ഹിന്ദുക്കളും ക്രൈസ്തവരും എല്ലാവരും വരുന്നതല്ലേ, അതിനൊന്നും താല്പര്യമില്ലാത്തവരുണ്ടാവൂലേ, അതുകൊണ്ട് ഖുർആൻ പാരായണം നിർബന്ധാക്കുക എന്ന് പറയുന്നൊന്നും ശരിയല്ല എന്ന് നമ്മൾ പറയും അല്ലേ? ഇങ്ങനെ ഏതു മതത്തിന്റെ ആചാരങ്ങളും അതിന്റെ വിശ്വാസങ്ങളും പൊതുവിദ്യാലയത്തിലൂടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എങ്കിൽ അറിഞ്ഞുകൊള്ളുക, നമ്മൾ പൊതുവെ അത്തരം കാര്യങ്ങൾ വിദ്യാലയങ്ങളിൽ നിന്നും മാറ്റിവെക്കാറുണ്ട്. പക്ഷേ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും അതൊക്കെ മാറ്റിവെക്കുന്നുണ്ടെങ്കിലും ഈ ലിബറൽ മതത്തിന്റെ ആശയങ്ങളും ആ ലിബറൽ മതത്തിന്റെ സിദ്ധാന്തങ്ങളും അതിന്റെ ലോകവീക്ഷണവും വളരെ സമർത്ഥമായി കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പല രൂപത്തിലുള്ള വഴികൾ, അത് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ, ആക്ടിവിറ്റികളിലൂടെ, പലതരത്തിലുള്ള രൂപത്തിൽ അത്തരമൊരു കൾച്ചർ, അത്തരമൊരു സിദ്ധാന്തം, അത്തരമൊരു സംസ്കാരം നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്നിടത്താണ് ഈ വിയോജിപ്പിന്റെ മർമ്മം.